ഖുർആൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഓരോ ക്ലാസ്സുകൾക്കും 2ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും എല്ലാ ക്ലാസ്സുകൾക്കും ഖുർആൻ പരീക്ഷയ്ക്ക് പ്രത്യേകമായും പരീക്ഷയ്ക്ക് നിർണയിക്കപ്പെട്ട ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നിന്ന് മാത്രമേ ഖുർആൻ കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുകയുള്ളൂ. 2ാം ക്ലാസ്സിന് നമുക്കൊക്കെ അറിയാം ഫാത്തിഹ, നബഅ് സൂറത്ത് മുതൽ സൂറത്തു ഫജ്ർ വരെയുള്ള സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് 4, 5, 6, 7 ഒക്കെ ആയത്തുകൾ ഓരോ കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുക എന്നതാണ് ഖുർആൻ പരീക്ഷയുടെ രീതി. എന്നാൽ ഈ വിഷയത്തിന് മാർക്ക് കൊടുക്കുന്നതിന് പരീക്ഷ നടത്തുന്ന ഉസ്താദുമാർക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ സമസ്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പുതുതായി ഈ വർഷം തദ്രീബു തിലാവ എന്ന് പറയുന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തജ്വീദിന് പകരം മറ്റൊരു ഗ്രന്ഥം വന്നിട്ടുണ്ട്. എന്നാൽ 2ാം ക്ലാസ്സിൽ അങ്ങനെ തദ്രീബു തിലാവ എന്ന് പറയുന്ന ഗ്രന്ഥം കുട്ടികൾക്ക് പഠിക്കാനില്ലെങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് 2ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് തദ്രീബു തിലാവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പല രക്ഷിതാക്കൾക്കും അതറിയില്ല. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന കിതാബാണ് തദ്രീബു തിലാവയുടെ 2ാം ക്ലാസ്സിൻ്റെ ഖുർആനും ഹിഫ്ളിലും പാഠഭാഗം എടുക്കുമ്പോൾ ഇതിലെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് പാഠം എടുത്തു കൊടുക്കേണ്ടത്. ഇതുപോലത്തെ ഒരു കൈപുസ്തകം, ഒരു ഗ്രന്ഥം ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഖുർആൻ ഹിഫ്ള് ചോദ്യ പേപ്പർ ഉണ്ടാവുക. ഈ കിതാബിൽ നിന്ന് പഠിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കിതാബിൽ അർദ്ധവാർഷിക പരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങളിൽ പ്രധാനമായും ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ചിലതൊന്ന് വായിക്കാം. 1. അഊദു ബിസ്മി പ്രത്യേകം കുട്ടികൾക്ക് ഓതുന്ന സമയത്ത് ശീലമാക്കി കൊടുക്കണം. ആ നിലക്ക് തന്നെ അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് തന്നെ ഖുർആൻ പാരായണം നടത്തുന്ന ശൈലി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ വലിയ ആയത്തുകൾ വരുമ്പോൾ അതിൻ്റെ വഖഫ് ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇനി വഖഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് എടുത്ത് ഓതുന്ന ശൈലി നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അല്പം കൂടെ ബേക്കോട്ട് വന്നിട്ട് നമ്മൾ ഓതും. ആ ഒരു രൂപവും ഇതിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ആയത്തുകളൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതി അവസാനിപ്പിക്കുക. ചെറിയ ആയത്തുകളും ഇങ്ങനെ തപ്പി നിർത്തി ഓതുന്നത് മാറ്റി ഒറ്റ ശ്വാസത്തിൽ തന്നെ വൃത്തിയിൽ ചെറിയ ആയത്തുകളൊക്കെ ഓതാൻ പരിശീലിപ്പിക്കുക എന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓത്തിൻ്റെ സുജൂദിൻ്റെ അവസരം വരുന്ന സമയത്ത് ആയത്തുകളിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന സന്ദർഭത്തിൽ അതിന് പ്രാക്ടിക്കലായി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അലിഫ്, യാ, വാവ് എന്നീ അക്ഷരങ്ങൾ നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ അത് എത്ര കണ്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് നോക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതേപോലെ തന്നെ തർക്കീക്ക്, ഈ റാഇൻ്റെ ഫത്തഹും ലമ്മും വരുന്ന സമയത്ത് റാ, റു എന്ന സ്വരമായിരിക്കും. എന്നാൽ റാഇന് കസ്ർ വരുമ്പോൾ തർക്കീക്കായിരിക്കും, അഥവാ രി എന്ന ശബ്ദമായിരിക്കും. നമ്മൾ കുട്ടികൾക്ക് എടുക്കപ്പെട്ട പല സൂറത്തുകളിലും ഇത് വന്നിട്ടുണ്ട്. ജരീദ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജരി, കണ്ടോ, റി എന്ന് തന്നെ എഴുതുന്നത് പക്ഷേ ഉച്ചരിക്കുന്നത് രി എന്നാണ്. അപ്പോൾ കസ്ർ വരുന്ന സമയത്ത് റാഇൻ്റെ തർക്കീക്കിനെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ, ജരി, അതല്ലാതെ കുട്ടി ജറീദ് എന്നാണോ പറയുന്നത് ശ്രദ്ധിക്കും. അപ്പോൾ റാഇന് കസ്ർ വരുന്ന സമയത്ത് രി എന്നുള്ള ഉച്ചാരണമാണ് ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട പരീക്ഷയായിരുന്നു പാദവാർഷിക പരീക്ഷ. അരക്കൊല്ലത്തിനു നമുക്കത് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നതാണ് ചോദ്യം. അതിൽ ഒന്നാമത്തത് സൂറത്തുൽ ഫജ്റിൽ നിന്ന് തുടക്കം മുതൽ 8 ആയത്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് 30 മാർക്കാണ്. അഥവാ നിർത്തി ഓതാതെ ശ്രദ്ധിച്ച് ഓരോ അക്ഷരങ്ങളും അതത് മഖ്റജുകളിൽ നിന്നും പുറപ്പെടുവിച്ച് വൃത്തിയിൽ ഓതിക്കൊടുത്താൽ 30 മാർക്ക്. അതുതന്നെ താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധി കൂടെ പരിഗണിക്കും. ത്വ, ഖാഫ്, അതുപോലെ തന്നെ സ, ഗൈന് ഈ അക്ഷരങ്ങളൊക്കെ അതാത് മഖ്റജിൽ നിന്ന് തന്നെയാണോ പുറപ്പെടുവിക്കുന്നത്
അതുപോലെ തന്നെ കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരങ്ങളായതുകൊണ്ട് ത്വാ കാഫ് വെക്കുന്ന സമയത്തിൽ ത് അതുപോലെ തന്നെ ഖ് എന്ന് ക്ലിയറാക്കി തന്നെ പറയണം. അതുപോലെ തന്നെ സാ ഓയിന് ഓയിന് ഹൽക്കിൻ്റെ അക്ഷരമാണ്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടേണ്ടതാണ്. സാ നമുക്കറിയാലോ, നാവിൻ്റെ തുമ്പ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടി കുട്ടികളോട് നിർദ്ദേശിക്കുക. ഇനി ഹിഫ്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഹിഫ്ൽ നമുക്ക് പഠിക്കാനുള്ള മനപ്പാഠം പഠിക്കാനുള്ള സൂറത്ത് ഫാത്തിഹയുണ്ട്, അൽ ഇഖ്ലാസ് ഉണ്ട്, അൽ ഫലക്കുണ്ട്, നാസ് ഖുൽ റബ്ബിൻ നാസ് ഉണ്ട്, ഫീൽ, അതുപോലെ തന്നെ ഖുറൈശ്, മാഊന്, ഇങ്ങനെ ഈ പറയപ്പെട്ട സൂറത്തുകളാണ് കാണാതെ പഠിക്കാനുള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ ഈ സൂറത്തുകളൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് അവസാനത്തെ 3 സൂറത്തുകളിൽ നിന്ന് ഒന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റേതെങ്കിലും ഒരു സൂറത്ത് അതും ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുക. പുറമേ നിന്ന് മറ്റു വേറെ ദിക്റുകളൊന്നും പഠിക്കാനില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തദ്രീബു തിലാവയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഹിഫ്ലിൻ്റെ ചോദ്യപേപ്പറിൽ വരുമ്പോൾ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സൂറത്തുൽ മാഊനിൽ നിന്ന് 6ഉം 7ഉം ആയത്തുകളാണ് ഓതാനുള്ളത്. രണ്ടാമത്തത് സൂറത്തുൽ ഫീലിലെ 3 ആയത്തുകൾ, അതിൽ 20-30 മാർക്കുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് മോഡൽ ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു, നിങ്ങളത് നോക്കുക. എന്നിട്ട് അതിലും വന്ന വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുട്ടികൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിഷയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക.